ഹായ് കൂട്ടുകാരെ, പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ കഥ കുറുമ്പൻ പഠിച്ച പാഠം. അപ്പൊ വാ കഥയിലേക്ക് പോവാം. ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ മിന്നു എന്ന പേരായ ഒരു മാൻകുട്ടി താമസിച്ചിരുന്നു. അവൾ നല്ല പച്ച പുല്ല് തേടി കാട്ടിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് നദിക്കരയിൽ നല്ല ഇളം പുല്ല് കണ്ടത്. അവളത് കഴിക്കുന്നതിനിടയിൽ ഒരു കുഞ്ഞനുറുമ്പിനെ കണ്ടുമുട്ടി. കുഞ്ഞൻ എന്നായിരുന്നു അവന്റെ പേര്. അന്നു മുതൽ അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായി മാറി. ദിവസങ്ങളുടെ ഇടവേളകളിൽ അവർ നദിക്കരയിൽ വെച്ച് കണ്ടുമുട്ടാറുണ്ടായിരുന്നു. എന്നാൽ ഒരാഴ്ചയായി മിന്നുമാനിനെ നദിക്കരയിൽ എങ്ങും കാണാനില്ലാതെ കുഞ്ഞനുറുമ്പിന് വിഷമമായി. എന്നാലും മിന്നു എവിടെ പോയതാവും? കുറച്ച് ദിവസമായല്ലോ അവളെ കണ്ടിട്ട്. ഒന്ന് പോയി നോക്കിയിട്ട് വരാം, കുഞ്ഞൻ വിചാരിച്ചു. എന്നിട്ട് മിന്നുവിന്റെ ഗുഹയിലേക്ക് പോയി. കുഞ്ഞൻ ഗുഹയിലെത്തിയപ്പോൾ മിന്നു ഗുഹയിൽ തന്നെ ഉണ്ടായിരുന്നു. എന്താ മിന്നു, പുല്ല് തിന്നാൻ നദിക്കരയിലേക്ക് വരാത്തത്? കുഞ്ഞൻ ചോദിച്ചു. കുഞ്ഞാ, നമ്മുടെ കുറുമ്പൻ ആനയില്ലേ, അവൻ എന്നെ പുല്ല് തിന്നാൻ സമ്മതിക്കുന്നില്ല. പുല്ലുകൾ തിന്നുമ്പോൾ അവൻ എന്നെ ഓടിച്ചു വിട്ടു. ആനക്കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ആനയായിരുന്നു കുറുമ്പൻ. പേര് പോലെ തന്നെ തനി കുറുമ്പൻ. പുല്ല് തിന്നുവാനും പുഴയിൽ നിന്ന് വെള്ളം കുടിക്കുവാനും എല്ലാം ആനക്കൂട്ടം പതിവായി പുഴയ്ക്കരികിൽ എത്താറുണ്ടായിരുന്നു. എന്നാൽ ആരും തന്നെ മറ്റു മൃഗങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നില്ല. കുറുമ്പനാവട്ടെ അങ്ങനെയേ ആയിരുന്നില്ല. അവൻ കുഞ്ഞു മൃഗങ്ങളെയെല്ലാം അവിടെ നിന്ന് പേടിപ്പിച്ച് ഓടിച്ചു വിടും. അങ്ങനെ ഒരു ദിവസം പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ് മിന്നുവിനെയും ഓടിച്ചു വിട്ടത്. മിന്നു ആകട്ടെ അവനെ പേടിച്ച് പിന്നെ അതുവഴി വരാതെയുമായി. ഈ കഥയൊക്കെ കേട്ട കുഞ്ഞനുറുമ്പിന് ദേഷ്യം വന്നു. ആ കുറുമ്പനാന അത്രയ്ക്കായോ? അവന് നമുക്കൊരു പാഠം പഠിപ്പിക്കണം. മിന്നു വാ, നമുക്കിപ്പോൾ തന്നെ പുഴക്കരയിലേക്ക് പോവാം, കുഞ്ഞൻ പറഞ്ഞു. വേണ്ട കുഞ്ഞാ, നമ്മൾ കുറുമ്പനേക്കാൾ ചെറിയ ജീവികളല്ലേ, നമ്മൾ എങ്ങനെയാ അവനെ ഒരു പാഠം പഠിപ്പിക്കുന്നത്? വേണ്ട, അവൻ നമ്മെ ഉപദ്രവിക്കും, മിന്നു പറഞ്ഞു. നീ നോക്കിക്കോ മിന്നു, ഞാൻ എങ്ങനെയാ അവനെ ശിക്ഷിക്കുന്നതെന്ന്. നീ ധൈര്യത്തോടെ വാ. കുഞ്ഞനും മിന്നുവും കൂടി നേരെ പുഴക്കരയിലേക്ക് ചെന്നു. മിന്നു, നീ ആവശ്യമില്ല പുല്ല് തിന്നോളൂ, കുഞ്ഞൻ പറഞ്ഞു. മിന്നു പുല്ല് തിന്നാൻ തുടങ്ങിയപ്പോഴേക്കും എവിടെ നിന്നോ കുറുമ്പനാന അവിടേക്ക് എത്തി. മിന്നുവിനെ കണ്ടതും അവൻ ഓടി അവൾക്കരികിലെത്തി. നീ ആരോട് ചോദിച്ചിട്ടാ ഇവിടുന്ന് പുല്ല് തിന്നുന്നത് എന്നും ചോദിച്ചുകൊണ്ട് മിന്നുവിന്റെ അടുത്തേക്ക് പാഞ്ഞെത്തി. പാവം മിന്നു പേടിച്ചു പോയി. എന്നാൽ ഈ തക്കം നോക്കി കുഞ്ഞനുറുമ്പ് കുറുമ്പന്റെ തുമ്പിക്കൈക്കുള്ളിൽ കയറി ഒറ്റ കടി വെച്ച് കൊടുത്തു. അയ്യോ എന്നവൻ നിലവിളിച്ചു പോയി. തുമ്പിക്കൈക്കുള്ളിൽ ഇരുന്നു കൊണ്ട് കുഞ്ഞൻ പറഞ്ഞു, നീ ആരാ മിന്നുവിനോട് പുല്ല് തിന്നണ്ട എന്ന് പറയാൻ? പുല്ല് ആർക്ക് വേണമെങ്കിലും കഴിക്കാം, നീ എന്തിനാ അവളെ തടയുന്നത്? കുറുമ്പന് വളരെയധികം അസ്വസ്ഥത തോന്നി. അവൻ കുഞ്ഞനുറുമ്പിനോട് പറഞ്ഞു, നീ ഇറങ്ങി വാ കുഞ്ഞാ, ഞാൻ ഇനി മിന്നുവിനോട് അങ്ങനെ പറയില്ല. അതുപോരാ, മിന്നുവിനോടെന്നല്ല മറ്റുള്ള ആരോടും നീ ഇനി ഇങ്ങനെ പറയാൻ പാടില്ല. ആഹാരവും ജലവും പ്രകൃതി എല്ലാവർക്കുമായി ഒരുക്കി വെച്ചിരിക്കുന്നതാണ്, അത് നിഷേധിക്കാൻ ആർക്കും അവകാശമില്ല, കുഞ്ഞൻ പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം കുഞ്ഞാ, ഞാൻ ഇനി മേലിൽ ആരെയും ഉപദ്രവിക്കില്ല, സത്യം, കുറുമ്പൻ പറഞ്ഞത് കേട്ട് കുഞ്ഞൻ ഇറങ്ങി വന്നു. നാണിച്ചു പോയ കുറുമ്പൻ തിരിഞ്ഞ് ഒറ്റയോട്ടം വെച്ചു കൊടുത്തു. മിന്നുവിന് സന്തോഷമായി. മിന്നുവും കുഞ്ഞനും പരസ്പരം തുണയായി ഏറെ കാലം പുഴകരിയിൽ നല്ല കൂട്ടുകാരായി ജീവിച്ചു. കഥ ഇഷ്ടായ കൂട്ടുകാരെ? ഇതുപോലെയുള്ള ഒരുപാട് കഥകൾ നമ്മുടെ ചാനലിലുണ്ടേ, അതൊക്കെ കയറി കാണണേ, ലൈക്ക് ചെയ്യണം. പിന്നെ ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് നല്ല കഥകളൊക്കെ കാണാനാവും. അപ്പോ നാളെ നല്ല കഥയുമായി വരാട്ടോ. അതുവരെ ബൈ ബൈ.